വടകരയിലെ MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. BRCയിലെ അധ്യാപികയെ നീഷ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതോടെ 3 അധ്യാപകരാണ് MDMA കേസിൽ പിടിയിലാകുന്നത്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ച ലഹരി വിൽപ്പന കേസിലെ പ്രതികളായി അധ്യാപകർ വന്നു. അതിൽ 2 പേരെ പിടികൂടുമ്പോൾ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന വ്യക്തി ആരാണ്? ഈ നീഷ്മയ്ക്ക് ഈ കേസിലെ ബന്ധം എന്താണ്? പോലീസ് എന്ത് പറയുന്നു? പ്രജീഷ്, തീർച്ചയായും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കേസ് തന്നെയാണിത്. നേരത്തെ 2 അധ്യാപികമാർ അറസ്റ്റിലായി 2 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, ചോദ്യം ചെയ്തതിൽ നിന്ന് ഉള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്നാമതൊരു അധ്യാപികയിലേക്ക് കൂടി അന്വേഷണം എത്തുകയും ഈ അധ്യാപിക ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. പേരാമ്പ്ര BRCയിലെ തന്നെ അധ്യാപികയായ നീഷ്മയെയാണ് പ്രത്യേക സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ അറസ്റ്റിലായത് ഈ മാസം ജൂലൈ 12-നാണ് കേസിലെ ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത്. മരുതോങ്കര സ്വദേശിയായ 31-കാരി കായിക അധ്യാപിക കൂടിയായ കീർത്തനയെയാണ് പോലീസ് ഡാൻസ് സ്റ്റാഫും ചേർന്ന് ആദ്യമേ പിടികൂടുന്നത്. പിന്നീട് ഈ കീർത്തനയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BRCയിലെ തന്നെ അധ്യാപിക 29-കാരിയായ കാവ്യയിലേക്ക് അന്വേഷണമെത്തി ഇവരെയും അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ ഇരുവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീഷ്മയെ ഏതായാലും SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് കേസിന്റെ ഗൗരവമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ കോഴിക്കോട് റൂറൽ SP ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ അന്വേഷണത്തിലാണ് എന്തായാലും 3ാമത് അധ്യാപികയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ആളുകൾക്ക് പങ്കുണ്ടോ എന്നതടക്കം വിശദമായി തന്നെ അന്വേഷിച്ച് വരുന്നു എന്നാണ് അന്വേഷണ സംഘം. കൂടുതൽ അധ്യാപകർ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ ഞെട്ടലാണ്. അപ്പോൾ നെറ്റ്വർക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോൾ അന്വേഷണ സംഘം? ഇവരിൽ നിന്നും അപ്പുറത്തേക്ക് ഇവരുടെയൊക്കെ തന്നെ പിന്നിലാര്, ഇവരുടെ സോഴ്സ് സംബന്ധിച്ചും മറ്റ് കണക്ഷൻസ് എങ്ങനെയൊക്കെയാണ്? ഇപ്പം 3ാമത്തെ അധ്യാപിക കൂടി ഉൾപ്പെടുമ്പോൾ അന്വേഷണം വ്യാപകമാക്കാനാണോ തീരുമാനം? പ്രജീഷ്, അത് SIT ഇതിനകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നു, എല്ലാ വശങ്ങളും കൃത്യമായി അന്വേഷിച്ച് വരുന്നു എന്നാണ് SIT പറയുകയും ചെയ്യുന്നത്. അതായത് ഈ അധ്യാപകമാർ ഈ കേസിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ നേരിട്ട് MDMA അതിങ്ങനെ വിൽപ്പന നടത്തുക എന്ന രീതിയിലല്ല, മറിച്ച് ലഹരി സംഘങ്ങൾ തേടുക. അടുത്ത ബുള്ളറ്റിനിലൊക്കെ നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ് നൽകണം. 3ാമത് കൂടി ഒരു അധ്യാപിക ഈ MDMA വിൽപ്പന കേസിൽ പ്രതിയാകുന്നു. നീഷ്മയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.